നിലതെറ്റിയവൻ്റെ വിളിയാണ് നിലവിളി എന്ന് എവിടെയോ വായിച്ചത് ഓർമ്മ വരിക. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ നിലതെറ്റി നെഞ്ചു തുറന്ന് ദൈവത്തെ വിളിച്ച് കരയുന്നവൻ്റെ നിലവിളി കേട്ടില്ലെന്ന് നടിക്കാൻ നമ്മുടെ കർത്താവിനാകില്ല. അങ്ങനെ ഉള്ളു തുറന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവം ഇറങ്ങി വന്ന് അത്ഭുതകരമാം രീതിയിൽ രക്ഷപ്പെടുത്തിയിട്ടുള്ള ജീവിതങ്ങളുടെ കഥ പറയുന്ന പരമ്പരയാണല്ലോ ബെത്സേദ. ഇതാ ഈ ആഴ്ച വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ബെത്സേദ വന്നെത്തുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് സോഫിയ എന്ന സഹോദരിയാണ്. നമുക്ക് സോഫിയയുടെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ കടന്നു വരാം. സോഫിയ ചേച്ചി, പേര് മാത്രമാണ് എനിക്കറിയാവുന്നത്. വീട്, നാട് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം നമുക്ക്. ഞാൻ ജനിച്ചു വളർന്നത് വല്ലാർപാടത്താണ്. ഓക്കെ, വല്ലാർത്തോടെ വല്ലാർപാടത്ത് അമ്മയുടെ മകളാണ്. ഓക്കെ, നമ്മുടെ പള്ളിയുടെ തൊട്ട് പുറകിലാണ് എൻ്റെ ആദ്യത്തെ വീട്. എൻ്റെ വീടാണ്. നമ്മുടെ പള്ളിമുറ്റത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഒക്കെ. 22 വയസ്സ് വരെ. 22ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. ഭർത്താവിൻ്റെ പേര് ഫ്രാൻസിസ്. 2 പെൺകുട്ടികളാണ്. 2 പേരുടെ വിവാഹം കഴിഞ്ഞ ഒരു കൊച്ചുമകനും ഉണ്ട്. എവിടെയാണ് വീട് ഇപ്പൊ താമസിക്കുന്നത്? എറണാകുളം അയ്യപ്പൻകാവ് എന്ന് പറയും. അയ്യപ്പൻകാവിലാണ് താമസിക്കുന്നത്. മൂത്ത മകളുടെ പേര് അലീന, ഹസ്ബൻഡിന്റെ പേര് റസ്ലിൻ, കൊച്ചുമകൻ ഹെസ്രോൺ. 2ാമത്തെ മകള് അനീറ്റ, അവളുടെ ഭർത്താവ് ഷാരോൺ. അതാണ് എൻ്റെ കുടുംബം. ഹസ്ബൻഡും വൈഫും തന്നെയാണ് ഇപ്പോ? ഇല്ല, ഇളയ മകളും ഹസ്ബൻഡും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു. ഒരു 10 മാസം അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. അപ്പൊ അവര് നമ്മുടെ കൂടെ സെറ്റിലായി. പിന്നെ എൻ്റെ അപ്പച്ചനുണ്ട്. അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ട്. അമ്മച്ചി മരിച്ചുപോയി. ഹസ്ബൻഡിന്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി. അതാണ് ഒരു കുടുംബ പശ്ചാത്തലം. അതാണ്. അപ്പൊ ഇപ്പൊ ഈ കസേരയില് ഇവിടെ വന്നിരിക്കേണ്ടേ തീർച്ചയായിട്ടും സോഫിയ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ദൈവാനുഭവത്തിന്റെ കഥ പറയാനുണ്ട്. ജീവിതത്തില് കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവം തൊട്ട് അനുഗ്രഹിച്ചത് അത് കേൾക്കാനാണ് ഞാനും എന്നോടൊപ്പം പ്രേക്ഷകരും ഇരിക്കണത്. ചേച്ചിക്കുണ്ടായ ദൈവിക ഇടപെടൽ, ദൈവം അനുഗ്രഹിച്ച മേഖല എന്തോ ഒന്ന് പറഞ്ഞു തുടങ്ങാം. ശാരീരികമായിട്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഉണ്ട്. ഇപ്പം ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ ശാരീരികമായിട്ടുള്ള രോഗശാന്തിനെ കുറിച്ച് ആദ്യം പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത് 2005 ഞാൻ ഹസ്ബൻഡിന് ടൈലറിങ് ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അപ്പോൾ ഹസ്ബൻഡിനെ സഹായിക്കാൻ ഞാൻ വർഷങ്ങളോളം ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് കയറി. അപ്പം പുള്ളി ഫുൾ ടൈം ഞങ്ങൾ വർക്കിലായിരിക്കും മിക്കവാറും. അപ്പം ടൈലറിങ് എറണാകുളത്ത് നമുക്ക് ഷോപ്പ് ദൈവം സഹായിച്ച് 37 വർഷമായി ഇപ്പം നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ പുള്ളിനെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ജോലി. അപ്പം ഇങ്ങനെ 10-12 വർഷത്തോളം ജോലി ചെയ്ത് തുടർച്ചയായിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ ടൈലറിങ് ആണ് മെയിൻ. അപ്പോൾ കട്ടിങ്, സ്റ്റിച്ചിങ് അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ കഴുത്തിൽ തേയ്മാനം, കഴുത്തിൻ്റെ എല്ലുകൾക്ക് തേയ്മാനം സംഭവിച്ച്. അത് 2005 ഏകദേശം ആ സമയത്താണ് സംഭവിച്ചത്. അപ്പോൾ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ആണെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തപ്പോൾ എക്സ്റേ എടുത്തിട്ട് ഡോക്ടർമാർ പറഞ്ഞ് കഴുത്തിൻ്റെ എല്ലുകൾക്ക് തേയ്മാനം. അപ്പം നിങ്ങളൊന്നെങ്കിലും വർക്ക് നിർത്തണം, അല്ലാതെ ഇതിന് മരുന്നില്ല, പെയിൻ കില്ലർ തരാം, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാം. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. തല നമുക്കൊരു 10 കിലോന്റെ ചാക്ക് എടുത്ത് നമ്മുടെ കഴുത്തിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും ആ വേദന. ഈ തല നമ്മുടെ കഴുത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നണം. അതെ. ഇപ്പൊ എന്നോട് പറഞ്ഞു കോളർ ഇടണം. കോളർ ഇട്ട് നടന്നാലും നിങ്ങൾക്ക് ഇത്തിരി ആശയം. പക്ഷെ ആ 35 വയസ്സിൽ കോളറൊക്കെ ഇട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഷോപ്പിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഷോൾഡർ പെയിൻ. പിന്നെ വീട്ടിലെ ജോലി, കുട്ടികൾ ചെറുതാണെന്ന് 10 വയസ്സ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീട്ടുജോലി, കുട്ടികളെ വളർത്തൽ, പിന്നെ കടയിലെ ജോലി എല്ലാം കൂടി ഞാൻ ആകെ അങ്ങോട്ട് വല്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ ഡോക്ടർമാർ ഏകദേശം കൈ കഴിഞ്ഞ മട്ടാണ്. ഫിസിയോതെറാപ്പി ചെയ്തിട്ടും കുറവില്ല. അപ്പം ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും? ഒന്നും പ്രാർത്ഥനയിലോട്ട് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈശോന് ഇഷ്ടമാണ്, എല്ലാവരും പള്ളിയിൽ പോണ പോലെ പോകും. പക്ഷെ കൂടുതൽ സമയം നമുക്ക് ജോലി ചെയ്യണം, സമ്പാദിക്കണം, മക്കളുടെ പഠനം, വീട്ടിലെ ജോലി, ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ തലക്കകത്ത് കിടക്കുന്നത്. പ്രാർത്ഥനയിലോട്ടൊന്നും ഒരു പേരിന് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു അനുഭവമാണ് അന്നൊക്കെ. അപ്പൊ കല്യാണത്തിന് മുന്നേ ചെറുപ്പത്തിലെ തുടങ്ങി അപ്പച്ചനും അമ്മച്ചിയും ഭയങ്കര പ്രാർത്ഥനക്കാരാണ്. കരിസ്മാറ്റിക്കിന്റെ ആദ്യകാല പ്രവർത്തകരാണ് വല്ലാർപാടത്ത്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകും, ധ്യാനത്തിന് പോകും. കരിസ്മാറ്റിക്കിന് വല്ലാർപാടത്ത് എന്ത് പരിപാടി ഉണ്ട് അതിനൊക്കെ ഞങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയായിരുന്നു ജീവിതമെങ്കിലും ഈശോനെ വ്യക്തിപരമായിട്ടൊന്നും നമ്മൾ സ്നേഹിക്കണമെന്നില്ല. എല്ലാവരും പോണു, നമ്മളും പോണു.
അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം, സമ്പാദിക്കണം, അതൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞ എൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. അപ്പോഴാണ് ഈ അസുഖം വന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരിങ്ങനെ പറഞ്ഞു വേറെ മരുന്നൊന്നുമില്ല, പെയിൻ കില്ലർ കഴിക്കാം. അപ്പോൾ പിന്നെ ഞാൻ ഹോമിയോ കഴിക്കാൻ പോയി. ഹോമിയോ കഴിച്ചിട്ടും ഒരു കുറവുമില്ല. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലെത്തി. അന്നൊന്നും നമുക്ക് ഇതിനൊന്നും വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും ആരും പറയണില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ശുചീന്ദ്ര എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലാണ് ഞാനന്ന് കണ്ടത്. ഞങ്ങൾ അവിടെയാണ് കാണുന്നത് ഫാമിലിയായിട്ട്. അങ്ങനെ ആ സമയത്താണ് ഓണം വെക്കേഷന് ഞാനും കുട്ടികളും കൂടി ചിറ്റൂര് ധ്യാനത്തിന്, ഞാനും എൻ്റെ 2 പെൺകുട്ടികൾ, അന്ന് 10 വയസ്സേ ഉള്ളവർക്ക്, 10, 8 ആ വയസ്സാണ്. അമ്മായിയമ്മയും കൂടെ വന്നു. അമ്മക്കന്ന് 75-78 വയസ്സാ പ്രായം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ധ്യാനത്തിന് പോയി. അപ്പോൾ ധ്യാനത്തിന് പോകുമ്പോൾ എനിക്ക് ഈ വേദനയും ഈ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പതിയെ ഈശോയിലേക്ക് തിരിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിത തിരക്ക് മൂലം പറ്റണില്ല. അപ്പം ഞാൻ ധ്യാനത്തിന് പോകാനുള്ളൊരു മെയിൻ കാര്യം ഈശോയിലേക്ക് അടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ആ സമയത്തൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. ഈശോയുടെ അടുത്ത് ചെന്നാൽ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാകും. അതായത് കുഞ്ഞിലേ കിട്ടിയേക്കണ ഒരു വിശ്വാസം അകത്ത് കിടപ്പുണ്ടല്ലോ. അപ്പം അത് ആ സമയത്ത് വളർന്നു. അപ്പം ധ്യാനത്തിന് പോലെ എന്തെങ്കിലും നമുക്കൊരു സമാധാനം ഉണ്ടാകും എന്നൊക്കെയുള്ള ഇതിൽ ഞങ്ങൾ അങ്ങനെ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ പറഞ്ഞു വിട്ടതുപോലെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ എനിക്ക് പരിശുദ്ധാത്മാവിൽ നിറയണം, രോഗം മാറണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കണില്ല. സത്യം പറഞ്ഞാൽ ഞാനത് ശരിക്കും അത് രോഗശാന്തിയുടെ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കണില്ല. അതിന് മുന്നേ ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ടോ? ധ്യാനം കൂടിയിട്ടുണ്ട്. കുഞ്ഞിലേ ഞാൻ പറഞ്ഞില്ല, ചെറുപ്പത്തിലേ അവിടെ വല്ലാറുപാടത്ത് വരുന്ന ധ്യാനം കൂടിയിട്ടുണ്ട്. മഞ്ഞുമ്മൽ CRC ധ്യാന കേന്ദ്രം ഏറ്റവും ആദ്യം കൂടിയതാണ്. 14 വയസ്സൊക്കെ ആ സമയത്ത് കൂടിയിട്ടുണ്ട്. ധ്യാനത്തിനെ കുറിച്ചുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അപ്പൊ 12 വർഷം കഴിഞ്ഞാണ് ഞാൻ ഈ ചിറ്റൂര് പോണത്. അപ്പോൾ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മുഴുവനും പരിശുദ്ധാത്മാവിനെ തരണേ, പരിശുദ്ധാത്മാവിനെ ആരോ പഠിപ്പിച്ചു വിട്ട പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് 1-2 ദിവസങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഷോക്ക് അടിക്കണ പോലെ ഒരു അനുഭവം. അതൊക്കെ പുതിയ അനുഭവങ്ങളാണ് ജീവിതത്തിൽ. പരിശുദ്ധാത്മാവിൽ നിറയണേന്ന് ആ സമയത്തൊന്നും എനിക്ക് മനസ്സിലായത്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു പോയി. അവസാനത്തെ ദിവസത്തിന് തൊട്ട് മുന്നത്തെ ദിവസം രോഗശാന്തി പ്രാർത്ഥനയുണ്ട്. അപ്പോൾ നമ്മളോട് എല്ലാവരോടും മുട്ടുകുത്തി നിൽക്കാൻ പറയും. നിങ്ങൾ ആരും ശ്രദ്ധിക്കണ്ട, അച്ഛന്മാർ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകും, എല്ലാവരും കണ്ടടിച്ച് നിൽക്കുക, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആളുകൾ ഒച്ച ഉണ്ടാക്കിയൊക്കെ ചെയ്ത് നിങ്ങൾ ആരെയും ശ്രദ്ധിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാനിങ്ങനെ കണ്ണടിച്ച് പ്രാർത്ഥിക്കണത് മുഴുവനും പരിശുദ്ധാത്മാവിൽ നിറക്കണേന്നാണ് പ്രാർത്ഥിക്കണത്. ഈ രോഗത്തിനെ കുറിച്ചൊക്കെ ഞാൻ മറന്നുപോയി. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഓർക്കണില്ല ആ സമയത്ത്. അങ്ങനെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന്മാർ അകലെയാണ്, എൻ്റെ അടുത്തൊന്നും അച്ഛന്മാർ എത്തിയിട്ടില്ല. ഞാനിങ്ങനെ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ തല മുട്ടിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ തല പിടിച്ചിങ്ങനെ താഴോട്ട് ആരോ വലിച്ചുകൊണ്ട് പോണ പോലെ താഴേക്ക് പോയി. ഞാൻ മുട്ടിൽ നിന്നുകൊണ്ട് തന്നെ തല കുമ്പിട്ട് നമ്മൾ സാഷ്ടാംഗം വീഴുന്നത് പോലെ തല അങ്ങോട്ട് താഴ്ത്തി ഇങ്ങനെ വളച്ച് നട്ടലിങ്ങനെ റാ പോലെ അങ്ങനെ വളഞ്ഞ് നിൽക്കണേന്ന്. അപ്പം ഞാനൊരു എൻ്റെ കൺട്രോൾ പോയില്ല. ദൈവം എന്താ സംഭവിക്കണേന്ന് എനിക്കറിയാൻ പാടില്ല, ആരാണ് എന്നെ പിടിക്കണേന്നൊന്നും ഒന്നും മനസ്സിലാണില്ല. ഞാനിങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കണ സമയത്ത് എൻ്റെ കഴുത്തിൻ്റെ ആദ്യത്തെ എല്ല് തുടങ്ങി നട്ടലിൻ്റെ അവസാനത്തെ എല്ല് വരെയും ഇങ്ങനെ തേപ്പ് വെട്ടി വെച്ച് നമ്മളെ ഇട്ട് ഓടിക്കണത് പോലെ തീ പാറണേന്ന് കിടന്ന് ആ ഭാഗം മാത്രം എല്ലിൻ്റെ ആദ്യത്തെ എല്ല് തുടങ്ങി പൊള്ളിക്കണേണ് ഇങ്ങനെ ഇട്ടു. അങ്ങോട്ട് ഇങ്ങനെ തീ ഇങ്ങനെ ഇടുന്ന ഭയങ്കരമായിട്ട് കിടന്ന് പാറണേ. നമുക്കത് മനസ്സിലാവും. ഇങ്ങനെ ഓടി നടക്കണം. ആദ്യത്തെ എല്ല് തുടങ്ങി അവസാനത്തെ എല്ല് വരെ ഇങ്ങനെ ഓടി നടക്കണേ. അപ്പോൾ എനിക്കിങ്ങനെ എന്താണ് സംഭവിക്കണത്, ഞാൻ ഈ അസുഖത്തിനെ കുറിച്ചൊന്നും അപ്പോൾ ഓർക്കണില്ല. ഞാനിങ്ങനെ എന്താണ് എനിക്ക് പറ്റുന്നത്. അങ്ങനെ ഒരു 2-3 സെക്കൻഡ് അങ്ങനെ ആ നിലയിൽ തന്നെ ഞാൻ അങ്ങനെ നിന്നുപോയി. അത് കഴിഞ്ഞ് പിന്നെ തന്നെ ഞാൻ നിവർന്നു. അത് നിന്നു, ഞാൻ നിവർന്നു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണടിച്ച് ഞാൻ പ്രാർത്ഥിക്കണേന്ന്, ഈശോയെ എന്താ സംഭവിക്കണം. അപ്പോൾ പെട്ടെന്ന് ഈശോ ഇങ്ങനെ വന്ന് അടുത്ത് നിൽക്കുന്നത് ഞാൻ കാണണേ ഇല്ല, ഉള്ളിൽ കാണണേ. ഈശോ വെള്ളം ഉടുപ്പിട്ട് ചുവന്ന ഷോളിട്ട് നമുക്ക് മനസ്സിലൊരു ഭാവന ഉണ്ടല്ലോ. ഈശോ വന്ന് നിന്ന് എൻ്റെ ഇങ്ങനെ തൊടണത് പോലെ എനിക്ക് കണ്ണടിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീൽ എനിക്ക് വന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ദൈവം എൻ്റെ കഴുത്തിലെ വേദന മാറ്റിയതായിരിക്കും. അല്ലാതെ എനിക്കൊന്നും മനസ്സിലായില്ല. കഴുത്തിൽ എനിക്ക് വേദന ഉണ്ടായിരുന്നു, പക്ഷെ നടുവിന് എനിക്ക് വേദന ഉണ്ടായില്ല. പക്ഷേ ദൈവത്തിന് അറിയാമല്ലോ എനിക്ക് ഏത് ഭാഗത്തൊക്കെയാണ് വേദനയുള്ളതെന്ന്. നമുക്കറിയാവുന്നതിലും കൂടുതൽ നമ്മുടെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് അവിടെ നിന്ന് എല്ലാം സുഖപ്പെടുത്തി. പിന്നെ ഇപ്പോൾ 19 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ഒരു അസുഖം, ഷോൾഡർ പെയിനോ കഴുത്ത് വേദനയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇന്ന് വരെ ഉണ്ടായില്ല. അപ്പോൾ തന്നെ ഞാൻ പിറ്റേ ദിവസം ഇങ്ങനെ രോഗശാന്തി പറയുമ്പോൾ അവിടെ സാക്ഷ്യം പറഞ്ഞു.
അപ്പോൾ ഇങ്ങനെ ഈശ്വരനോട് പ്രാർത്ഥിച്ചൊരു കാര്യം ഇതാണ്, ഈശോ എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, അതുകൂടാതെ എനിക്ക് നിന്നെ അനുഭവിക്കാൻ ഇടയാക്കാതെ നിന്നെ ഞാൻ വിടൂല എന്നുള്ള ഒരു ഡിമാൻഡ് വെച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ആ സമയത്ത്. അത് അത്രയും മനസ്സിന് ഭയങ്കര പ്രയാസമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഈ ഈശോനെ കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസം, ഈ ജീവിത തിരക്കുകൾ മൂലം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു വിഷമം വേറെയുണ്ട്. ഈ അത്ഭുതം നടന്നിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായോ? 19 വർഷം. 19 വർഷം. 19 വർഷമായിട്ട് പിന്നെ 19 വർഷത്തിന് ശേഷം അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ രോഗശാന്തി. വേറെ കുഴപ്പങ്ങളൊന്നും അന്നത്തത് കൊണ്ട് പിന്നെ ഞാനൊന്ന് ട്രീറ്റ്മെന്റിനൊന്നും ഇതുവരെ പോയിട്ടില്ല. ഫിസിയോതെറാപ്പി തുടക്കത്തിൽ അതിന്റെ ഇടയിൽ പറഞ്ഞോട്ടാണ് ഈ ഇത്തരം വേദനകൾ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് ഞാനും ഇങ്ങനെ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, ഷോൾഡറിന്റെ പെയിൻ എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ എന്തിരിക്കുന്നു, ഇപ്പൊ എല്ലാവർക്കും മന്നതല്ലേ. പക്ഷെ വൺസ് നമ്മുടെ ഷോൾഡറിന്റെ പെയിൻ വന്നു കഴിയുമ്പോഴാണ് ഇവർ അനുഭവിക്കുന്ന വേദന നമുക്ക് മനസ്സിലാണ്. ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. അതാണ്, കിടക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. നമുക്ക് ഇതെടുത്ത് തലയെടുത്ത് ഊരി വെക്കണമെന്ന് തോന്നും. അത്രയ്ക്കും കേൾക്കുന്നവർക്ക് ഇത് അനുഭവം ഇല്ലാത്തവരാണെങ്കിൽ കേൾക്കുമ്പോൾ ഇതിലിപ്പോ എന്തിരിക്കുന്നു ചിന്തിക്കും. പക്ഷെ ഈ വേദന വന്നാൽ ഭയങ്കര അസ്വസ്ഥതയത്. അപ്പോൾ ഇതാണ് ആദ്യം. തേയ്മാനം നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഡോക്ടർമാർ തേയ്മാനം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തേയ്മാനം വന്നാൽ അത് വന്നതാണ്. പിന്നെ പെയിൻ കില്ലർ കഴിക്കുക എന്നല്ലാതെ വേറെ. അപ്പം അന്ന് തുടങ്ങി ഇന്ന് വരെ എന്തോരം ജോലിയാണ് ചെയ്യണത്. പിന്നെ അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ജോലി, കുട്ടികളെ വളർത്തല്, ജോലിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എക്സ്റേ എടുക്കാനേ പോയിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമേ പിന്നെ വന്നിട്ടില്ല. എല്ലാവർക്കും വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളെ നോക്കാം, നമ്മുടെ കടയിലെ ജോലി, എല്ലാവർക്കും ചെയ്യാനായിട്ട് ദൈവം അതിനുള്ള ഒരു കൃപ. നിങ്ങളെ ആത്മീയ വളർച്ചയിലേക്ക് എന്തോരം എത്തിച്ചു? അതായത് എനിക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഈശോയാണ്. ഒരു മരുന്നിനൊരു പരിധി ഉണ്ടെന്ന് മനസ്സിലായി. മരുന്നിനും ഡോക്ടർമാർക്കും എല്ലാ കാര്യത്തിനും ഒരു പരിധിയുണ്ട്. പക്ഷേ ഈശോ അതിനേക്കാളും അപ്പുറമാണെന്ന് മനസ്സിലായി. അത് വ്യക്തിപരമായിട്ട് കിട്ടിയ ഒരു ബോധ്യമാണ്. എല്ലാം നമ്മിങ്ങനെ പറയും ഈശോ എല്ലാമാണെന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതിന് ഈ ഒരു ദൈവം ഒരു അനുഗ്രഹം തരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും അത് തന്നതിന് ശേഷം നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും വ്യത്യാസങ്ങളുണ്ട്. അതായത് കൂടുതൽ വ്യക്തിപരമായിട്ട് അടുത്തു. നമ്മൾ അറിയാത്ത ഒരാളോടല്ല പ്രാർത്ഥിക്കുന്നത്. അതായത് ഞാൻ കഴുത്തിന്റെ വേദന മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. പക്ഷെ ഈശോന്റെ നടുവിന്റെ കംപ്ലീറ്റ് വേദന മാറ്റി തന്നില്ലേ. അപ്പൊ അത് കുറെ കൂടി അങ്ങോട്ട് ഈശോ എന്നെ കൂടുതൽ അറിയണം. ഞാൻ അറിയുന്നതിനേക്കാളും കൂടുതൽ ഈശോയ്ക്ക് എന്നെ അറിയാം. അതുകൊണ്ടാണല്ലോ ഈശോ എന്നെ അവിടം വരെ സുഖപ്പെടുത്തിയത്. അപ്പൊ അത് വിവരിക്കാൻ പറ്റില്ല. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ എല്ലാവരോടും പറയുമായിരുന്നു. പക്ഷെ അതിങ്ങനെ പറഞ്ഞ് നമ്മൾ കിട്ടുന്നവരോട് പറയുന്നതല്ലാതെ ഒരു വേദിയിൽ പറയാനും അങ്ങനെ അന്ന് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ലാസ്റ്റ് ദിവസം പറഞ്ഞെന്നല്ലാതെ പിന്നെ അതെനിക്ക് പറയാനൊരു ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ അനുദിനം ഇതുപോലെയുള്ള വേദനകൾ വരുന്നവരോട്, വഴിയിൽ വെച്ച് കാണുന്നവരാരായാലും ഞാൻ ഈ സാക്ഷ്യം പങ്കുവെക്കും. ഇത് ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം. മറ്റൊരു അനുഭവം എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് രണ്ടാമത്തെ രോഗശാന്തി. ഒത്തിരി രോഗശാന്തികൾ കിട്ടിയിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇപ്പം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് 2014. അപ്പം ഞാൻ 2019 ഡിവൈനിൽ ധ്യാനിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ചിറ്റൂരാണ് പോയത്. പിന്നെ 2010 ആയപ്പോൾ ഡിവൈനിൽ ഞാനും കുട്ടികളും അമ്മയും കൂടി വന്ന് ധ്യാനിക്കാൻ തുടങ്ങി. എല്ലാ വർഷവും ഒരു ധ്യാനം വെച്ച് കൂടും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 2014 എനിക്ക് യൂട്രസിൽ വളരെ ഒരു ശക്തമായ വേദന വന്നു. യൂട്രസിലല്ല, വയറുവേദന വന്നു. ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോഴാണ് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ ബ്ലീഡിങ് ആണ് എപ്പോഴും, ഓവർ ബ്ലീഡിങ് ആണ് എപ്പോഴും. ചെറുപ്പം തുടങ്ങി അങ്ങനെയാണ്. അപ്പോൾ അത് കാര്യമാക്കിയില്ല. പിന്നെ കുട്ടികളായി, ജീവിതം അങ്ങനെ പോണു. അപ്പോൾ ഒരു 2014, അതായത് എനിക്ക് 43 വയസ്സുണ്ട്. ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഓവർ ബ്ലീഡിങ്ങും ശക്തമായ വയറുവേദനയും വന്നു. ഞാൻ ഈ പറഞ്ഞ ശുചീന്ദ്ര ഹോസ്പിറ്റലിൽ തന്നെ അവിടെ പോയി കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. അത് എണ്ണാനാവുന്ന അത്രയും അല്ല, അതിൽ കൂടുതലാണ്. അപ്പോൾ ഗൈനക്കോളജിനെ കാണാൻ പറഞ്ഞു. ഗൈനക്കോളജിനെ കണ്ട് ഒരു ഡോക്ടർ പറഞ്ഞു ഇത്രയും പ്രായമായല്ലോ, 2 കുട്ടികളുണ്ട്, ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതെടുത്ത് കളയാം, ഇപ്പോൾ വേറെ ട്രീറ്റ്മെൻറ്റിന് പോകേണ്ട ആവശ്യമില്ല, എടുത്ത് കളയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എടുത്ത് കളയാം. അപ്പോൾ ഡോക്ടർ, ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് വരാം, ഡേറ്റൊക്കെ തീരുമാനിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. 3 മാസം റെസ്റ്റ് എടുക്കണം, യൂട്രസ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് അന്നത്തെ സമയമൊക്കെ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് കൂടി ആലോചിച്ചിട്ട് വരാമെന്നും പറഞ്ഞു പോന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് എന്തായാലും എല്ലാ വർഷവും ഞങ്ങൾ ധ്യാനത്തിന് പോകണമെന്നാണ്. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ എനിക്ക്
ഈ വർഷം ധ്യാനം മുടങ്ങും. അപ്പം ഞാൻ ആദ്യം ധ്യാനത്തിന് പോട്ടെ, എൻ്റെ മനസ്സിൽ ഈശോ എന്നെ സുഖപ്പെടുത്തുന്നൊരു ബോധ്യമുണ്ട്. പക്ഷേ ഇതവിടെ ഞാൻ പറഞ്ഞില്ല, ഒരനുഭവം ഉണ്ടല്ലോ. അപ്പം ഞാൻ പിന്നെ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്. പലരും ഇത് വചനോത്സവത്തിലും ഡിവൈൻ വോയിസിലും ഒക്കെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് വീട്ടിൽ അവതരിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു ധ്യാനം മുടങ്ങാതിരിക്കാൻ ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഈ വയറുവേദനയും വെച്ചിട്ടാണ്. അന്ന് അമ്മായിയമ്മക്ക് 80 വയസ്സുണ്ട്. വയസ്സായ അമ്മനെയും 2 കുട്ടികളന്ന് ഡിഗ്രിക്ക് +2 പഠിക്കുന്ന പ്രായമാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് 4 പേരും കൂടി ഞങ്ങൾ ധ്യാനത്തിന് വന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഈ വയറ് ഈ വശത്ത് ഇങ്ങനെ ഉളുങ്ങി വേദന കൊണ്ട് ഞാനിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാണ് നടക്കുന്നത്. ആരും അറിയൂല നമുക്ക് എന്താ സംഭവം, അത്രയും ശക്തമായ വേദനയാണ്. അപ്പോൾ ഹസ്ബൻഡ് പിന്നെ ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞാൽ പുള്ളി എതിരൊന്നും പറയൂല, എന്നാൽ പോയിക്കോ പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളി സമ്മതിച്ചാൽ നല്ല മനസ്സുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു. വന്നു കഴിഞ്ഞ് ഇവിടെ 2 ദിവസം, സാധാരണ ഞായറാഴ്ചയുള്ള ധ്യാനം തുടങ്ങണത്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒരുമാതിരി കടിച്ചു പിടിച്ചൊക്കെ ഇരുന്ന്, അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച രോഗശാന്തി ആരാധന ഉണ്ടല്ലോ, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രോഗശാന്തി ആരാധന ഉണ്ട്. അന്ന് ജോയിക്കുട്ടി ബ്രദറാണ് നയിക്കുന്നത്. ആ സമയത്ത് എല്ലാവരോടും രോഗികളോടൊക്കെ വന്ന് മുമ്പിലിരിക്കാൻ പറയും. അപ്പം ഞാനും പോയി ഒരു കസേരയിൽ ഫ്രണ്ടിലിരുന്നു. അപ്പോൾ ഈ വേദന ഇങ്ങനെ നിൽക്കണേണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ നിനക്ക് എല്ലാം സാധിക്കുമല്ലോ, എന്നെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അനുഭവമൊന്നും കിട്ടിയില്ല. ആരാധന അങ്ങനെ കഴിഞ്ഞു, പ്രാർത്ഥിച്ചു, തിരിച്ച് എൻ്റെ പഴയ കസേരയിൽ തന്നെ വന്നിരുന്ന്. പിന്നെ ഞാൻ ഈ വേദനയുടെ ഇത് കാരണം ഈ സൗഖ്യം കിട്ടിയതായിട്ടൊന്നും എനിക്ക് അനുഭവപ്പെടില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വേദന പതിയെ ഇല്ലാതായി. പക്ഷെ ഞാനത് ശ്രദ്ധിക്കണില്ല. ഞാൻ സാധാരണ പോലെ ധ്യാനത്തിൽ അങ്ങോട്ട് പങ്കെടുത്ത് ക്ലാസ്സൊക്കെ കൂടി അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ ഈ വേദന മാറിയത് ഞാൻ അറിയണില്ല, സൗഖ്യം കിട്ടിയത് അറിയണില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി, അയ്യോ വേദന ഇപ്പം ഇല്ലല്ലോ, ഞാൻ സാധാരണ പോലെ നോർമലായ പോലെ ആയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ദൈവം വരെ സുഖപ്പെടുത്തിയതാണ് എന്ന് വിശ്വസിച്ച് ക്ലെയിം ചെയ്ത് അങ്ങോട്ട് മേടിച്ച്, ഈശോയെ നീ എന്നെ തൊട്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞില്ല, നന്ദി പറയണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്തുതിച്ചിരുന്നു വെച്ച്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ച കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച ആയപ്പോഴേക്കും അവിടെ അന്ന് എല്ലാ ദിവസവും ഒന്നോണം സാക്ഷ്യം പറയിപ്പിക്കും. സ്റ്റേജിൽ നമ്മൾ ഇരുന്നാൽ മതി, ഇതുപോലെ ജെയ്മി ബ്രദർ വിളിച്ചു പറയും. അങ്ങനെ ഇരുന്ന അന്ന്. അപ്പം ഞാനും താഴത്ത് ചെന്നിട്ട് സാക്ഷ്യം പറയാനായിട്ടുള്ള അവിടെ പോയി ആ റൂമിൽ പോയി എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞിങ്ങനെ എനിക്ക് യൂട്രസ് ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞാണ് ഡോക്ടർ എഴുതി തന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടിയതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പം ഞാനത് സാക്ഷ്യപ്പെടുത്തണം, ഈശോ എന്നെ സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നും പറഞ്ഞ് സ്റ്റേജിൽ കയറി പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച പറഞ്ഞു, വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഒരു കുഴപ്പവുമില്ല, സാധാരണ പോലെ തന്നെ ഇങ്ങോട്ട് പോന്നു. വീട്ടിൽ വന്നത് പറഞ്ഞപ്പോഴേക്കും അതങ്ങോട്ട് എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ അതത്ര അങ്ങോട്ട് ഒരു കാര്യമായിട്ട് എടുത്തില്ല. എനിക്ക് സുഖപ്പെട്ടു, രോഗശാന്തി കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കളിയാക്കണ പോലുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഞാനപ്പോൾ അതവിടെ നിർത്തി. പറയണ്ട, ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് മന്ത് നമുക്ക് ഇതുപോലെ സമയം വരുമ്പോൾ നമുക്ക് നോക്കാം, പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ സാധാരണ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല. സ്കാൻ ചെയ്യാനും പോയില്ല, ഇങ്ങനെ കളിയാക്കണതുകൊണ്ട് സ്കാൻ ചെയ്യാൻ പോയില്ല. അങ്ങനെ പോയി. പിറ്റേ മാസം ഒരു കുഴപ്പമില്ല, നോർമൽ. പിന്നത്തെ മാസം നോർമൽ. അപ്പം ഞാൻ പണ്ട് വരുമ്പോൾ അങ്ങനെയല്ല, ഭയങ്കര കാലുവേദന, വയറുവേദന, അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകളെല്ലാം ഉണ്ടാവും ഈ ബുദ്ധിമുട്ടുള്ള. അപ്പോൾ ഇതെനിക്കൊന്നുമില്ല. അപ്പം ഞാൻ മനസ്സിലിങ്ങനെ വിശ്വസിച്ച് ഈശോ എന്നെ തൊട്ടിട്ടുണ്ട്, സുഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് പതിവിലും നന്നായിട്ട് ആ ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാനങ്ങനെ മുമ്പോട്ട് പോയി, കുഴപ്പങ്ങളൊന്നുമില്ല. ആരും പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല, ഞാനും ഒന്നും സംസാരിച്ചില്ല, ഓപ്പറേഷൻ ചെയ്യാനും പോയില്ല. പിന്നെ 2014 ഈ സംഭവം നടക്കണം. 2018 ആയപ്പോഴേക്കും ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞാൻ വീണ്ടും പോയി, ശുചീന്ദ്ര ഹോസ്പിറ്റലിൽ വീണ്ടും പോയി. അതെനിക്ക് ഷുഗർ ലെവൽ കൂടി. അപ്പോൾ ഷുഗർ ലെവൽ കൂടിയപ്പോൾ ഫിസിഷ്യനെ കാണാനായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ ഫയലെടുത്തപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കണേ യൂട്രസ് ഓപ്പറേഷൻ. അപ്പോൾ ചെയ്തതായിട്ടൊന്നും കാണില്ല. ഇത് എഴുതിയിട്ട് അപ്പോൾ ഞങ്ങളെ ഫാമിലിയായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടറാണ്. പുള്ളി ക്രിസ്ത്യൻ ആണെങ്കിലും കത്തോലിക്കനല്ല. പുള്ളിക്ക് കൊന്ത ധ്യാനം എന്നൊക്കെ പറഞ്ഞ ദേഷ്യം കയറും. പ്രായമുണ്ട്, അപ്പം നമ്മളെ കളിയാക്കൂട്ട്, ഭയങ്കര കൂട്ടാണ്. അപ്പം നമ്മളെ ഈ കൊന്തയൊക്കെ പിടിച്ചിട്ട് നടക്കണപ്പോൾ നമ്മളെ നന്നായിട്ട് കളിയാക്കണ ഒരു ടീമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇതെന്താണ് ഈ യൂട്രസ് ഓപ്പറേഷൻ എഴുതിയിട്ട് 4 വർഷമായിട്ടും ഇത് ചെയ്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞ് ഡോക്ടറെ ഞാനത് ഇങ്ങനെ വന്നപ്പോൾ ഡിവൈനിൽ ധ്യാനത്തിന് പോയി. അപ്പോൾ ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടൊക്കെ മാറി. അത് കാരണം ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. അത് സുഖപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ദേഷ്യം കയറി. പുള്ളി ഡോക്ടറാണല്ലോ,
പുള്ളി പറഞ്ഞു ഇത് നിങ്ങളുടെ കൊച്ചു കളിയല്ലേ, ഇത് നിങ്ങൾ ആദ്യം സ്കാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ തന്നെ സ്കാനിങ്ങിനുള്ള എഴുതി തന്നു. ഞാൻ അവിടെ സ്കാൻ ചെയ്തു, അന്ന് തന്നെ സ്കാൻ ചെയ്തു. എന്നിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വേണം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അത്ര അടുപ്പമുണ്ട് ഡോക്ടറിന്, നല്ല അടുപ്പമുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ സ്കാൻ ചെയ്തു, റിപ്പോർട്ടും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സ്കാനിങ്ങിൽ നോർമലാണ്, ഒരു കുഴപ്പങ്ങളും ഇല്ല, സാധാരണ പോലെ തന്നെ. നമ്മൾ പണ്ട് കണ്ട സ്കാനിങ്ങും ഇതും തമ്മിൽ ഡോക്ടർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നോക്കിയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററിൻ്റെ വിശ്വാസം അത് രക്ഷിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇനി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറിന് ഒരു വിശ്വാസം വന്നു നമ്മുടെ ധ്യാനത്തിലൊക്കെ. പുള്ളി പക്ഷെ ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. പറഞ്ഞു നിന്റെ വിശ്വാസം പോലെ അത് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഇന്ന് വരെയും അതിൻ്റെതായ യാതൊരു പ്രോബ്ലം. ഇപ്പൊ 10 വർഷമായി, 2014 ഇപ്പൊ 2024, 10 വർഷം കഴിഞ്ഞിട്ടും കർത്താവിന്റെ കൃപ കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോണ്. രണ്ട് വലിയ അനുഗ്രഹങ്ങൾ കിട്ടി. അതെല്ലാവരോടും പങ്കുവെക്കുകയും ചെയ്യും. ഇത് സാധാരണ ഞങ്ങളെ പോലെയുള്ള വീട്ടമ്മമാരെ കാണുമ്പോ എല്ലാവരും പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ മെയിൻ പ്രോബ്ലം. സാക്ഷ്യത്തിന് ഭയങ്കര ശക്തിയുണ്ടേ. അതെ, ഞാൻ ഈ തുടക്കത്തിൽ ഈ വചനോത്സവ മാസികയിലൊക്കെ ഇങ്ങനെ ഈ രോഗികളുടെ സൗഖ്യം കിട്ടി, അത്ഭുത സൗഖ്യം കിട്ടിയത് വായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സൗഖ്യം കിട്ടി, അല്ലെങ്കിൽ ഈ വായിച്ച് കേൾക്കുമ്പോൾ വായിക്കുന്നവർക്കൊരു വിശ്വാസം കൂടുതൽ, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ, അപ്പൊ എന്നെ ഈശോ സുഖപ്പെടുത്തുമായിരിക്കും. അപ്പൊ ഈ മനുഷ്യന്റെ സാക്ഷ്യത്തിന് എപ്പോഴും ഒരു സുവിശേഷ വേലയുടെ ദൗത്യം കിടക്കും. പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, അത് എൻ്റെ ഒരു മേന്മ കൊണ്ടാണെന്ന് ഞാൻ പറയണില്ല, എനിക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നു ഈശോയിൽ. ഇത് എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് വന്ന ആ സമയങ്ങളിൽ തന്നെ ഞങ്ങളുടെ കസിൻസിന് പലരിക്കും ഈ അസ്വസ്ഥതകളും രോഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അത് അവരുടെ വിശ്വാസക്കുറവാണോ എൻ്റെ വിശ്വാസം കൂടുതലാണെന്നല്ല ഞാൻ പറഞ്ഞ, ഈശോ എന്നെ സാക്ഷ്യമാക്കാനായിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത് കൊണ്ട്, അപ്പൊ നമ്മള് കർത്താവിന് സാക്ഷ്യം വഹിക്കാനുള്ളത് കൊണ്ട് ബൈബിളില് പറയുന്ന ഒരു ഉത്തരം കൃത്യമാണ്. ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇവൻ അന്ധനായിരിക്കുന്നത് ഇവന്റെ മാതാപിതാക്കളുടെ പാവം. അപ്പോൾ യേശു പറയുന്നുണ്ട്, അല്ല, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാ. ആ സമയത്ത് വേറെ അന്ധത ബാധിച്ചവർ അവിടെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ദൈവം ഈ അന്ധനെ ഉപയോഗപ്പെടുത്തുക എന്തിന്? ദൈവമഹത്വം മറ്റുള്ളവർ തിരിച്ചറിയാൻ വേണ്ടി. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെപ്പോലെ ഇപ്പൊ ഇത് കേൾക്കുന്ന ഈ ആത്മീയ കാര്യങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത ആൾക്കൊരു പക്ഷെ ചിന്തിക്കാം, അങ്ങനെ ഇപ്പൊ പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങനെ യൂട്രസിന് കുഴപ്പമുള്ളവരുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ അത്ഭുതകരമായിട്ട് ധ്യാനമന്ത്രത്തിൽ കൂടി ധ്യാനം കുടിച്ചാൽ പോരെ, എല്ലാവർക്കും കിട്ടണമല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത്, അവിടെ കിട്ടി ഇവിടെ കിട്ടിയതുകൊണ്ട് എനിക്കും കിട്ടണം. അതല്ല, ഇത് ദൈവം ഉപയോഗപ്പെടുത്തുന്ന ചില വഴികളാണ്. ഇപ്പം ചില ജീവിതങ്ങളെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി, അത് ആ വ്യക്തിയുടെ മെച്ചോ അല്ലെങ്കിൽ കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് എന്തോ കുഴപ്പമോ അല്ല, മറിച്ച് ചില വ്യക്തികളെ ദൈവം ഉപയോഗപ്പെടുത്തി ദൈവത്തിന്റെ ശക്തി എന്തെന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പം നമ്മളതിന് സാക്ഷികളായിട്ട് ഉപയോഗിക്കുന്നു മാത്രം. പിന്നെ ഒരു വ്യക്തി അത് കൂടുതൽ ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തി ദൈവം കൂടുതൽ എടുത്ത് ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഏതായാലും ദൈവം തന്ന വലിയൊരു 2 അനുഗ്രഹമാണ്. ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു ചെറുതും കൂടി. ഇത് ഈ കഴിഞ്ഞ ജൂലൈയിൽ ദമ്പതി ധ്യാനത്തിന് വന്നു, ഞാനും ഹസ്ബൻഡും കൂടി. അപ്പം അതിന് 1 മാസം മുന്നേ ഞാൻ ബെൽറ്റിട്ട് നടുവിന് വേദന വന്നപ്പോഴത്തേക്കും ബെൽറ്റിട്ട് കിടക്കേണ്ടി വന്നു. 10 ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ദമ്പതി ധ്യാനത്തിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഭയങ്കര വേദനയാണ്, നടുവിന് തീരെ വയ്യാത്ത പോലെ. അതായത് എളി മുതൽ ഈ കാലിൻ്റെ വലത്തേക്കാൽ വരും. അപ്പം ഞാനിങ്ങനെ വലിച്ചാണ് നടക്കുന്നത്. ഒരു ഇടത്തെ കാലിൽ മാത്രം ബലമുള്ളൂ, വലത്തെ കാലിൽ ഇങ്ങനെ ഏന്തിയാണ് നടക്കുന്നത്. പള്ളിയിൽ പോണതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അങ്ങനെ തന്നെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദമ്പതി ധ്യാനത്തിന് ജൂലൈ ലാസ്റ്റ് വീക്ക് ഇവിടെ വന്നു, ദമ്പതി ധ്യാനം കൂടി. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഈ ബുദ്ധിമുട്ടുകൾ അപ്പോഴും ഉണ്ട്, അസ്വസ്ഥതകളുണ്ട്. നമുക്കൊന്ന് പതിയെ കുനിയാനൊക്കെ വളരെ ശ്രദ്ധിച്ച് കുനിഞ്ഞില്ലെങ്കിൽ അപ്പം തന്നെ അവിടെ വിലങ്ങണ പോലെ ആകും. വലതുവശത്തായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ ദമ്പതി ധ്യാനത്തിൽ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒരു ബ്രദറായിരുന്നു, ബ്രദറിലൂടെ കർത്താവ് സൗഖ്യം തന്നു. കർത്താവ് പറഞ്ഞു, നിനക്ക് വലത് കാലിൻ്റെ ഇവിടെ മുട്ട് വരെ നടുവ് തുടങ്ങി, വലതുവശത്തെ നടുവ് തുടങ്ങി വലത് കാലിൻ്റെ മുട്ടിൻ്റെ അവിടം വരെയും കർത്താവ് പേശികൾക്ക് ബലവും അസ്ഥികൾക്ക് ബലവും തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്, സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതെനിക്ക് ഫീൽ ചെയ്തിട്ടാ. ബ്രദർ ഇങ്ങനെ പറഞ്ഞു, കൗൺസിലിങ്ങിൻ്റെ സമയത്താണ് ആ സൗഖ്യം തന്നത്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് സൗഖ്യം തന്നു. പറഞ്ഞു, നീ കർത്താവ്, അതൊരു ഡിമാൻഡോടെയാണ് കർത്താവ് തന്നത്. ഇതിനു മുമ്പത്തെ സൗഖ്യത്തിനൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല. ആ സൗഖ്യം തന്നപ്പോൾ ഈശോ ഒരു ഡിമാൻഡ് വെച്ചു, നീ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടിയാണ് നിനക്ക് ഞാൻ ഈ സൗഖ്യം തന്നതെന്ന് നീ സൗഖ്യം പറയുമ്പോൾ അതും കൂടി പറയണമെന്ന് പറഞ്ഞു. അതാ കൗൺസിലിങ് ചെയ്ത ആ വ്യക്തിയിലൂടെ ഈശോ പറഞ്ഞതാണ്, നിനക്ക് ഈ രോഗശാന്തി തരുന്നത് എനിക്ക് വേണ്ടി ശുശ്രൂഷ, ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആണ് നിന്റെ കാലിൻ്റെ വേദന ഞാൻ മാറ്റി തന്നത്. അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു
രോഗശാന്തി കർത്താവ്. ഇപ്പോൾ സോഫിയ ചേച്ചിയുടെ ഒരു ആത്മീയ കാര്യങ്ങളെ വിശ്വാസങ്ങളൊക്കെ ഇപ്പൊ ഈ ജീവിതത്തിൽ ഇങ്ങനെ 1-2 അത്ഭുതങ്ങളൊക്കെ ഉണ്ടായി. തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വിശ്വാസവും കാര്യങ്ങളൊക്കെ. അതിലുപരിയായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായ വ്യക്തിപരമായിട്ടുണ്ടായ ചില അനുഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ ജീവിതത്തെയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അല്പം കൂടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പത്തെ ആത്മീയ കാര്യങ്ങളൊക്കെ? ഇപ്പൊ 4 വർഷമായിട്ട് ജോലിക്ക് പോടില്ല. 2020 കൊറോണയുടെ സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഇപ്പൊ കുട്ടികൾ വലുതായി, അവരാണ് ഹസ്ബൻഡിനെ സഹായിക്കണത് ബിസിനസ്സിലൊക്കെ. അപ്പൊ ഞാൻ വീട്ടിലേക്ക് ഒതുങ്ങി. ഇപ്പൊ കൊറോണ കാലം ഒത്തിരി സഹായിച്ചു പ്രാർത്ഥനയിൽ വളരാൻ, വചനം വായിക്കാൻ. അപ്പോൾ കഴിയുന്നതും വചനം വായിക്കും. പിന്നെ ആരാധനാലയത്തിൽ നിത്യാരാധന ചാപ്പലിൽ പോയിരിക്കും. കിട്ടുന്ന സമയം മുഴുവനും മധ്യസ്ഥ പ്രാർത്ഥന നടത്തും സ്വന്തമായിട്ട്. അങ്ങനെ ഗ്രൂപ്പൊന്നുമില്ല, തനിയെ ഇരുന്ന് ഈശോയോട് കൂടുതൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാനാണ് നമുക്കിപ്പോൾ സാധിക്കുന്നത്. പിന്നെ ഈശോ അനുവദിക്കുന്നത് പോലെ മറ്റുള്ളവരോട് ഇങ്ങനെ സാക്ഷ്യം പറയും. സ്റ്റേജിലൊന്നും അല്ല, ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരോടും കണ്ടുമുട്ടുന്നവരോട് ഈശോയെക്കുറിച്ച് പറയും. അങ്ങനെ സാക്ഷ്യം വഹിച്ച് ജീവിക്കാനാണ് ഇപ്പൊ ഈശോ അനുവദിക്കുന്നത്. ഇത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചത്, കാരണം നമ്മളൊരു അത്ഭുതത്തില് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു അനുഭവത്തിൽ മാത്രം നിൽക്കാതെ അത് നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈശോ എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്നിൽ ഈശോയിലേക്ക് ഒരു അടുപ്പം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എനിക്കൊരു അതിനോടൊരു ദാഹം, അത് വളരൂലോ. അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. എന്തിനാണ് ഇതെല്ലാം തരുന്നതെന്ന് ചോദിച്ചാൽ, കൂടുതൽ എന്ത് ഭൗതികമായ നന്മകൾ എടുത്തു നോക്കിയാലും അതെല്ലാം ദൈവം കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഒരു ആത്മീയമായ ഉണർവിലേക്കാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന കാര്യം അടുത്തൊരു തലമുറയ്ക്കും. ഇപ്പോൾ പേരക്കിടാങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണ്ട് കാലഘട്ടത്തിൽ അത് ശക്തമായിരുന്നു. ഇപ്പം ഇത്തിരി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. കാരണം ഈ പേരക്കിടാങ്ങൾക്കൊക്കെ അപ്പാപ്പൻ്റെ അമ്മമ്മയുടെയും കൂടെ നിൽക്കാനുള്ള സാഹചര്യം ഇപ്പോൾ കുറവാണ്. പണ്ട് ചണ്ടയിൽ അങ്ങനെയല്ല, എല്ലാ വീട്ടിലും തന്നെ ഈ പേരക്കിടാങ്ങൾ അപ്പാപ്പൻ്റെ അമ്മമ്മയുടെയും കൂടെ നിന്നാണ് വളരുന്നത്. അപ്പം ഈ അപ്പനും അമ്മയും പകർന്നു കൊടുക്കുന്നതിനേക്കാളും കാര്യമായിട്ടുള്ള ഒരു ആത്മീയ കൈമാറ്റം അപ്പാപ്പനും അമ്മാമ്മയെന്നും പേരക്കിടാങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ചെറിയ കഥകൾ പറഞ്ഞു കൊടുത്ത്, ഈശോയെ പറഞ്ഞു കൊടുത്ത്, വിശുദ്ധരെ പറഞ്ഞു കൊടുത്ത്, അത് ഈ കുഞ്ഞു നാളിൽ കിട്ടണതെല്ലാം തലയിൽ കയറും, അത് ഉള്ളിൽ ആഴപ്പെടും. അത് ഈ അപ്പനും അമ്മയ്ക്കും ചിലപ്പോൾ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ പിള്ളേരുടെ ഇപ്പൊ പിള്ളേരോട് അത്ര ഒന്നും ഇരിക്കാൻ പറ്റുന്നതല്ല, പക്ഷെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും പറ്റും. സോഫിയ ചേച്ചി ഞങ്ങളോടൊപ്പം ഈ എപ്പിസോഡിൽ ഇവിടെ ഉണ്ടായിരുന്നത് നന്ദിയോടെ ഓർമ്മിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടുമുട്ടി നമുക്ക് നിസ്സാരമെന്നൊക്കെ ഒരുപക്ഷെ തോന്നാതിരിക്കാം. നിസ്സാരമല്ല, ആ വേദനയിലൂടെ കടന്നു പോകുന്നവർക്കാണ് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, വിശ്വസിച്ച് ദൈവത്തെ വിളിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, ഒരുപക്ഷെ സൗഖ്യം കിട്ടാം, ഒരുപക്ഷെ കിട്ടാതിരിക്കാം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഈ രോഗത്തെക്കുറിച്ചുള്ള ആവലാതികൾ, അതിനെക്കുറിച്ചുള്ള അസ്വസ്ഥതകളെല്ലാം നീങ്ങിപ്പോയിട്ട് വലിയൊരു ആത്മീയമായ ശാന്തതയും സന്തോഷമൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിന് ദൈവം നിങ്ങളെല്ലാവരും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അടുത്ത എപ്പിസോഡിൽ. അതുവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അത്ഭുത സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ TV സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുക. അത് മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കാനായിട്ട് വിശ്വാസയോഗ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു എപ്പിസോഡിൽ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാകും. നമുക്ക് കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.